എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോ മഴക്കാലമാണ്. അപ്പോ മഴക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാമ്പുകളുടെ ശല്യം. അപ്പോ പാമ്പിനെ അകറ്റി നിർത്താനായിട്ടുള്ള, ഒട്ടും വരാത്ത രീതിയിൽ അകറ്റി നിർത്താനായിട്ടുള്ള ഒരു മാർഗം നോക്കാം. അപ്പോ ഇതിനായിട്ട് നമുക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ പാൽക്കായം. പാൽക്കായം നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതിപ്പോ 10 ഗ്രാമിന് 40 രൂപയാണ് കേട്ടോ. വലിയ ചെലവൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തില് പാമ്പുകളെ തുരത്തി ഓടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പലർക്കും അറിയാമായിരിക്കും, ഇനി അറിയാത്തവർക്ക് ആയിട്ടുകൂടി ഉള്ളതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പൊ നമ്മൾ ആദ്യം കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ മരുന്ന് എത്രമാത്രം പരിസരങ്ങളിൽ ഉപയോഗിക്കാനായിട്ട് ആവശ്യം വരുന്നോ അപ്പൊ ആ ഒരു രീതിയിൽ വേണം കേട്ടോ നിങ്ങൾ വെള്ളം എടുക്കാനായിട്ട്. പിന്നെ ഞാൻ ദാ ഇവിടെ പാൽക്കായം എടുത്തിട്ട് അതിൽ നിന്ന് വളരെ കുറച്ച് മതിയാകും. അപ്പോ അത് ഞാന് കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നമ്മളൊന്ന് അലിയാൻ വേണ്ടിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് വെളുത്തുള്ളി എടുക്കാം. അപ്പൊ വെളുത്തുള്ളി എത്ര ആവശ്യം വരുന്നോ ആ ഒരു രീതിക്ക് അനുസരിച്ച്, അതായത് നമ്മുടെ പരിസരങ്ങളിൽ എത്രമാത്രം നമുക്ക് ഉപയോഗിക്കാൻ ആവശ്യമുണ്ടോ ആ ഒരു രീതിയിൽ, ആ ഒരു കണക്കനുസരിച്ച് വേണം കേട്ടോ വെളുത്തുള്ളി എടുക്കാൻ. ഞാൻ ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ തോലോട് കൂടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ചതച്ചെടുക്കുന്നത്. പ്രശ്നമില്ല. അപ്പൊ ആ തോലോട് കൂടി തന്നെ നമ്മൾ ചതച്ചെടുക്കാം. നന്നായിട്ട് വേണം കേട്ടോ ചതച്ചെടുക്കാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു നീരൊക്കെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടണം. ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാ പോരാ, ആ നീര് വരുന്ന രീതിയിൽ തന്നെ നന്നായി ചതച്ചെടുക്കണം. ഇത് നന്നായി ചതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് തുളസി ഇലയാണ്. അപ്പൊ തുളസി ഇല നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളിയിലോട്ട്. ഇനി ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളി അതിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമില്ല. ആ വെളുത്തുള്ളിയിലോട്ട് തന്നെ, ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയിലോട്ട് തന്നെ ഈ ഒരു തുളസി ഇല നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ തന്നെ വെറുതെ ഒന്ന് ചതച്ചിടാണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. നന്നായി ചതഞ്ഞ രീതിയിലായിരിക്കണം. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അപ്പൊ അതുപോലെ തന്നെ നന്നായി ഒന്ന് ചതച്ചെടുക്കാം. വെളുത്തുള്ളിയൊക്കെ പാമ്പ് വരാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ പാമ്പിനെ അകറ്റി നിർത്തുന്നതിൽ ഏറ്റവും നല്ല ഗുണമുള്ള ഒരു കാര്യമാണ് കേട്ടോ വെളുത്തുള്ളി. അപ്പൊ അതിന്റെ ഗന്ധമൊക്കെ പാമ്പുകളെ നന്നായിട്ട് തന്നെ അകറ്റി നിർത്തും. പിന്നെ പാൽക്കായ ആണെന്നുണ്ടെങ്കിൽ പാമ്പുകൾക്ക് ഒരുപാട് വിരോധമുള്ള ഒന്നാണ് കേട്ടോ പാൽക്കായം. ഇതൊക്കെ നന്നായിട്ട് പാമ്പിനെ അകറ്റി നിർത്താൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ നേരത്തെ പാൽക്കായം അലിയിച്ചു വെക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ പാൽക്കായ അതിനകത്തോട്ട് നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പൊ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഈ ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും പിന്നെ തുളസി ഇലയും കൂടി നന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കാണ് കേട്ടോ. അപ്പൊ വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ തുളസി ഇലയുടെ ഒക്കെ ആ ഒരു നീരും മണവും ഒക്കെ ആ ഒരു വെള്ളത്തിൽ ലയിച്ച് ചേരുന്ന വിധത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം കേട്ടോ. നന്നായി ഒന്ന് പിടിച്ച് തിരുമ്മി അതിന്റെ നീരൊക്കെ വരുന്ന രീതിയിലൊന്ന് നന്നായിട്ട് സെറ്റാക്കി കൊടുക്കുക. അപ്പോ ഇതാ ഈ മരുന്ന് നമുക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അടിപൊളി മരുന്നാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് പാമ്പ് വരാൻ സാധ്യതയുള്ള നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകളിലൊക്കെ ഇത് നന്നായിട്ട് തളിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക്. അപ്പോ പ്രധാനമായിട്ട് നമുക്ക് ചുമരുകളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇത് നന്നായിട്ട് തളിച്ചു കൊടുക്കാം. ഈ വെള്ളം നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലില് ആക്കിയിട്ട് നമ്മളിത് സ്പ്രേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇനി സ്പ്രേ ബോട്ടിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ കുറച്ചായി എടുത്തിട്ട് തെളിച്ചു കൊടുത്താൽ മതി. പറമ്പുകളിലും നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഇത് തെളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പാമ്പുകളെ തല്ലിക്കൊല്ലുന്നതിന് പകരം പാമ്പുകളെ അകറ്റി നിർത്താനുള്ള ഇങ്ങനെയുള്ള വഴി പരീക്ഷിക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. അപ്പൊ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.